ഇവിടെ ഒരു വാർത്തയുണ്ട്. സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാണ്ടിരിക്കെ താപനില ക്രമാതീതമായിട്ട് വരുന്നൊരു റിപ്പോർട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ് ജീവിക്കാൻ വലിയ പാടാണ് ഇപ്പോൾ. സത്യം, ഇതിപ്പോൾ വന്നിപ്പോൾ പുറത്തിറങ്ങാനും പറ്റില്ല, അകത്ത് ഇരിക്കാനും പറ്റില്ല. അകത്തിരുന്ന് കഴിഞ്ഞാൽ ചൂട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചൂടും പൊടിക്കാറ്റ്. അപ്പോൾ ജീവിക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? ഒന്നാമത്തെ തലവേദന. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ചായ ഈ ചൂടത്തോ? എന്നാൽ ജ്യൂസ് കുടിക്കാം. എനിക്ക് ജ്യൂസ് കുടിക്കാം. കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം ചൂടിൻ്റെ കൊടുമുടിയിലാണ് കേരളം. ചൂട് കൂടി വരുന്ന കാലാവസ്ഥയിൽ ശരീരം തണുപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയാണ് ചൂടിൻ്റെ തീവ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഈ സമയത്താണ് ജ്യൂസ്, മറ്റ് ശീതളപാനീയ കച്ചവടം കനക്കുന്നത്. ഇതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങുന്ന ജ്യൂസ് കച്ചവടം രാത്രി വൈകിയും തുടരും. യാത്രക്കാരെ ലക്ഷ്യമിട്ട് പാതയോരങ്ങളിലെ തണലുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ജ്യൂസ് വിൽപ്പന. രാവിലെ 8:30 തുറക്കും. അപ്പോഴും ആൾ കുറവായിരിക്കും. ഒരു 10 മണിയാകുമ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങും. മീൻ നല്ല കച്ചവടമുണ്ട്, നല്ല സെയിലാണ് ഇപ്പം, ഇഷ്ടം പോലെ വരും. ശരീരത്തെ ഉന്മേഷമാക്കുന്ന പാനീയങ്ങളും പഴങ്ങളും കഴിച്ച് ശരീരത്തെ ഒന്ന് തണുപ്പിച്ച് നമുക്ക് ചൂടിനെ നേരിടാം. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.